അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വാർത്തകളാൽ സജീവമായിരുന്നു ഇന്നത്തെ ദിനം. ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അതിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പള്ളി വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. തഹസിൽദാർ വിശ്വാസികളുമായി സംസാരിക്കുകയാണ്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, വിശ്വാസികളുടെ പ്രതിഷേധം എങ്ങനെ, എന്താണ് ഇപ്പോൾ അവിടെയുള്ള അന്തരീക്ഷം? കോടതിയുടെ നിലപാടൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ പ്രതിഷേധം എങ്ങനെ, എബിൻ? റിജിത്ത്, അനുരഞ്ജന ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല. വിശ്വാസികൾ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. പോലീസിനെ വിന്യസിച്ചതാണ്. ആ സമയം മുതൽ വിശ്വാസികൾ പള്ളിക്കുള്ളിലുണ്ട്. ഇപ്പോൾ വിശ്വാസികൾ, സ്ത്രീകളും കുട്ടികളും അടക്കം ഗേറ്റിന് മുന്നിലെത്തിയാണ് പ്രതിഷേധിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പള്ളി വിട്ടു നൽകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. തഹസിൽദാരും പോലീസും ഈ കോടതി വിധി നടപ്പാക്കണതിന്റെ കാര്യമെല്ലാം തന്നെ ഇവരെ ധരിപ്പിച്ച് ആരാധിച്ചു പോരുന്ന പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വിശ്വാസികളുള്ളത്. ബലപ്രയോഗിച്ചുള്ള കോടതി വിധി നടപ്പിലാക്കലിലേക്ക് പോലീസ് കടക്കുന്നില്ല. കാരണം കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളപ്പോൾ അത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ വിധി നടപ്പിലാക്കരുത് എന്നുള്ളത്. സമവായത്തിലൂടെ മാത്രമായിരിക്കണം ഈ വിധി നടപ്പാക്കേണ്ടതെന്നുള്ള നിർദ്ദേശമുണ്ട്. തിങ്കളാഴ്ച കോടതി വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കെയാണ് അടിയന്തരമായി കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഇന്നലെ രാത്രി തന്നെ എത്തിയത്. ത്തിലുള്ള വീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് യാക്കോബായ വിശ്വാസികളുടെ നിലപാട്. കാരണം ഓർത്തഡോക്സ് വിശ്വാസികളോടും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു, അതായത് യാതൊരു തരത്തിലും സംഘർഷാവസ്ഥയിലേക്ക് പോകരുത്. കാരണം കോടതി വിധി നടപ്പാക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും ഓർത്തഡോക്സ് വിശ്വാസികളോ വൈദികരോ ഈ പള്ളിയിലേക്ക് എത്തേണ്ട കാര്യമില്ല. കോടതി വിധി സർക്കാരും അതുപോലെ തന്നെ പോലീസുമാണ് നടപ്പിലാക്കേണ്ടത്. അത് നടപ്പിലാക്കിയ ശേഷം ഈ കോടതി വിധി നടപ്പിലാക്കിയ ശേഷം മാത്രമാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിക്കുള്ളിൽ പ്രവേശിക്കാവൂ എന്നുള്ള പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിലാണ് ഹൈക്കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് വിശ്വാസികൾ. അനുരഞ്ജന ശ്രമങ്ങളൊന്നും ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല. SFIയുടേത് പ്രാകൃത രാഷ്ട്രീയമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് മറുപടിയുമായി CPIഎമ്മും SFIയും വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഭരണാധികാരികളുടെ തണലിൽ വളർന്ന സംഘടനയല്ല SFI എന്നും തിരുത്താൻ SFIക്ക് അറിയാമെന്നും AK ബാലൻ പ്രതികരിച്ചു. വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. SFI തിരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SFIയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണത്. AK ബാലൻ എന്നെ വിമർശിക്കില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. SFI പുത്തൻ തലമുറയിൽ നീതിബോധത്തിൻ്റെയും നേരിൻ്റെയും പതാക പറപ്പിക്കേണ്ട പ്രസ്ഥാനമാണ് എന്ന് ബോധ്യമുള്ള സഖാവായിട്ട് ഒരു മുൻ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ഞാൻ പറയുകയാണ്. SFIക്കകത്ത് ആവശ്യമായ തിരുത്തൽ വേണം. SFIയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഉറച്ച അഭിപ്രായമാണത്. അത് SFI വിരോധമല്ല. പിന്നെ ബാല്യം ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, നല്ലവണ്ണം അറിയാം. എന്തെല്ലാം ബാലൻ എങ്ങനെയെല്ലാം പറഞ്ഞാലും അതിനകത്ത് ഞാൻ പ്രകോപിതനാവില്ല. എനിക്കിതേ പറയാനുള്ളൂ. അജീഷ് ശേഖുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിമർശനം ഉള്ളിൽ നിന്നാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് താൻ പറയുന്നത് എന്ന് AK ബാലൻ പറയുന്നുണ്ടായിരുന്നു. ഇത് മുന്നണിക്കകത്തെ ഒരു തർക്കമായി വളരുന്നുണ്ടോ? ഈ കൊയിലാണ്ടിയിലെ സംഭവം നമുക്ക് മുമ്പിലുണ്ട്, കാര്യവട്ടത്തെ സംഭവം നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇപ്പോൾ SFI ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. ഇത് മുന്നണിക്കകത്തെ ഒരു പ്രശ്നമായി വളരുന്നുണ്ടോ അജീഷ് ശേഖുമാർ?
രഞ്ജിത്ത്, ഈ മുന്നണിക്കകത്ത് നിന്ന് CPM-നെയും CPM-ന്റെ പോഷക സംഘടനകളെയും വിമർശിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് AK ബാലന്റെ ഇന്നത്തെ ഈ ഒരു വിമർശനം. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഈ ബിനോയ് വിശ്വമാണ് SFIയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത്. പ്രാകൃതമായ രാഷ്ട്രീയമാണ് SFIക്കുള്ളത്, അവർ തിരുത്തണം അല്ലെങ്കിൽ മുന്നണിക്ക് ബാധ്യതയാകും. അത് മാത്രമല്ല, SFI ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ളവരുടെ രാഷ്ട്രീയം, അവരുടെ ആശയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ല എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ ഉന്നയിച്ചത്. അതിന് പിന്നാലെ CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASFും മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോലും രംഗത്തെത്തിയിരുന്നു. SFIയെ തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആരോടൊപ്പമാണ്, ഇരിക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് പോലും ASFിന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറയുന്നു. ഇതിന് പിന്നാലെയാണ് CPM-ന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ CPIക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മുന്നണിക്കകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും SFIയെ വേട്ടയാടി രക്തം കുടിക്കാമെന്ന് വിചാരിക്കേണ്ട. SFIക്ക് തിരുത്താനുള്ളത് അവർക്ക് സ്വയം തിരുത്താൻ അറിയാം. അവർ ഭരണമുന്നണിയുടെ തണലിൽ വളർന്നു വന്ന സംഘടനയല്ല. താനടക്കമുള്ള നേതാക്കൾ SFIയിലൂടെയാണ് രൂപപ്പെട്ടത്, ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് AK ബാലൻ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷ കടുത്ത ഭാഷയായിരുന്നു CPIക്കെതിരെയുള്ള വിമർശനം. പക്ഷേ ഇതിന് മറുപടിയായിട്ടും ബിനോയ് വിശ്വം മറുപടി നൽകിയിരുന്നു. അതായത് AK ബാലൻ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വർഷങ്ങളായുള്ള ബന്ധമാണ് AK ബാലനുമായിട്ടുള്ളത്. പക്ഷേ SFI തിരുത്തണമെന്നൊരു ആവശ്യത്തിൽ ബിനോയ് വിശ്വവും CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ശരി, രാജീവ് ശിവകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് SFIയുടെ ചരിത്രം അറിയില്ല എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് PM മാർഷയുടെ മറുപടി. പ്രവർത്തകരെ കൃത്യമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവെച്ചു കൊടുക്കരുതെന്നും SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല, SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഈ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി MP ആയി മാറുന്നു സോജൻ ജോസഫ്. കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ് സോജൻ ജോസഫ്. സോജന്റെ വീട്ടിൽ നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വലിയ സന്തോഷം തന്നെയുണ്ട് ഈ ഒരു വീട്ടിൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കൈപ്പുഴയിലെ ഈ ചാമക്കാല വീട്ടിൽ അച്ഛനുണ്ട്, അതുപോലെ തന്നെ സഹോദരിമാരുണ്ട്. അവരെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇതിനോടകം തന്നെ മധുരമൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അച്ഛനോട് ജോസഫിനോട് തന്നെ, ചേട്ടാ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം, അങ്ങേയറ്റം സന്തോഷം, 100% സന്തോഷം. ഇംഗ്ലണ്ടിൽ പോയി ഒരു വിജയം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലണ്ടിൽ പോയി ബ്രിട്ടനിൽ പോയി വിജയം പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചു. ഇവിടുന്ന് അവിടെ ചെന്ന് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്ന കാരണം പിന്നെ കഴിഞ്ഞ മാസം വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ പിന്നെ വോട്ടിന് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ നന്നായി വരട്ടെ, ഞാൻ ദൈവം കിട്ടുമെന്ന് പറഞ്ഞു. മധുരമൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇവിടെ വന്നപ്പോൾ മുഴുവൻ ആൾക്കാർക്ക് കൊടുത്തു. എന്തായാലും വലിയൊരു ചരിത്ര വിജയം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയ വിജയം തന്നെയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഇവിടെയുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ പെങ്ങൾമാരും അതുപോലെ തന്നെ ഇവരുടെ സഹോദരങ്ങളും എല്ലാം ഉണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട്. വിളിച്ചിരുന്നേ പുള്ളിക്ക് ഒത്തിരി സന്തോഷമാണെന്ന്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാൻ വിജയിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു അഭിമാനത്തോടു കൂടി പറയാം. ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു പാർലമെന്റിൽ ഒരു MP ആയെന്ന് പറയുമ്പോൾ ഒരു പ്രൗഡായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ സ്വന്തക്കാർക്ക് എല്ലാവർക്കും. എത്ര വർഷമായി ഇവിടുന്ന്? 21 വർഷമായി. രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന രാഷ്ട്രീയത്തിൽ അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജോലിക്ക് ചെന്നതിന് ശേഷം കുറേയൊക്കെ രാഷ്ട്രീയമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. മികച്ച വിജയമായിട്ട് കാണുന്നു. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. യുദ്ധഭൂമിയിലേക്കെന്ന പോലെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നതെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിൽ അടിയോടടിയെന്നും യുദ്ധഭൂമിയിൽ പോകുന്നത് പോലെയാണ് റോഡുകളിലൂടെയുള്ള യാത്രയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച നജീബ് കാന്തപുരത്തിന്റെ വിമർശനം. എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു, എത്ര സ്ത്രീകൾക്ക് അബോർഷനായി. ബഹുമാന്യനായ മുഖ്യമന്ത്രി
കുഴിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സാർ സ്വിച്ച് സഞ്ചരിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് വാദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. സാർ റോഡിന്റെ ക്വാളിറ്റിയാണ് സാർ. സാർ ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ഇന്ന് കേരളം UDF ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ 2020 ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ. ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും ആ മത്സരം. അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ്. കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിൽ അലംഭാവമെന്നും സമയബന്ധിതമായ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സാർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അതേസമയം നജീബ് കാന്തപുരത്തിന് അധിക സമയം നൽകിയെന്നായിരുന്നു MP രാജേഷിന്റെ ആരോപണം. എന്നാൽ നജീബ് കാന്തപുരത്തിന് 10 മിനിറ്റ് മാത്രമേ അനുവദിച്ചുള്ളൂവെന്നും ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണെന്നും സ്പീക്കർ മറുപടി നൽകി. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല, അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കൂടോത്രം ചെയ്തു എന്ന ആരോപണത്തെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണമെന്ന് K സുധാകരൻ പ്രതികരിച്ചെങ്കിലും വിശദീകരണത്തിന് ഉണ്ണിത്താൻ തയ്യാറായിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് K സുധാകരന്റെ വീട്ടിൽ നിന്ന് ചെമ്പ് തകിടുകളും രൂപങ്ങളും മന്ത്രവാദിയെ എത്തിച്ച് കണ്ടെത്തിയത്. K സുധാകരന്റെ വീട്ടിലും KPCC ഓഫീസിലും കൂടോത്രം വെച്ചതാര്? സംശയത്തിന് ഉത്തരമില്ല. KPCC അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കൾ ആരെങ്കിലും ആകാമെന്ന് കോൺഗ്രസിലെ അടക്കം പറച്ചിൽ. സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് K സുധാകരന്റെ വീട്ടിൽ ചെമ്പ് തകിടുകളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെയെന്നതിലും വ്യക്തതയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് 1.5 വർഷം മുൻപ് K സുധാകരന്റെ വീട്ടിൽ നിന്നും ഇവ കണ്ടെത്തിയത്. മറുപടി നൽകാതെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായി രാജ്മോഹൻ ഉണ്ണിത്താൻ. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. സ്ഥാനമോഹികൾ മുതൽ വിവിധ പദവികളിൽ ഇരിക്കുന്നവർ വരെ കൂടോത്ര രാഷ്ട്രീയത്തിൽ പൊല്ലാപ്പിലായി. ദൃശ്യങ്ങൾ പുറത്തു വന്നതിലും രാഷ്ട്രീയ തന്ത്രം ഭയക്കുന്നു ചില നേതാക്കൾ. വിവാദം തുടരുമ്പോഴും ആഭിചാര സംശയത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. 24 കണ്ണൂർ. CPI മലപ്പുറം ജില്ലാ ക്യാമ്പിൽ CPIഎമ്മിനെതിരെ രൂക്ഷ വിമർശനം. CPIഎം തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. CPIഎം കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPI വിമർശനം തുടരുകയാണ്. CPIഎം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ തകരും. ആഭ്യന്തര വകുപ്പ് ദുർബലമെന്നും പോലീസിനെ നിയന്ത്രിക്കുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മുന്നണിയിൽ CPI കടുത്ത അവഗണന നേരിടുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണം ആലോചിക്കണമെന്നും പൊന്നാനിയിൽ നിന്നുള്ള പ്രതിനിധി ആവശ്യപ്പെട്ടു. രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാടെടുക്കുന്നത് എന്തിനെന്നും ചോദ്യമുയർന്നു. എന്നാൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അനുവദിച്ചില്ല. ക്യാമ്പിൽ ഇത്തരം ചർച്ചകൾ വേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ക്യാമ്പിനെത്തിയ ബിനോയ് വിശ്വം പരസ്യമായി തന്നെ CPIഎം തിരുത്തണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമീർ ബിൻ കരീം, 24 തിരൂർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന പ്രതിയുടെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിലെ അപ്പീൽ. കേസിൽ പ്രതി സന്ദീപിനെതിരെ പോലീസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് റദ്ദാക്കി തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. സന്ദീപിന്റെ ഹർജി നേരത്തെ വിചാരണ കോടതിയും തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. പോലീസിന്റെ കുറ്റപത്രം വിചാരണ ചെയ്യപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി. ഹർജി തള്ളിയതോടെ കേസിലെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തതും അസാധുവായി. പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയാണ് ഇനിയുള്ളത്. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെ പ്രതി കൊലപ്പെടുത്തിയത്.
ചികിത്സയ്ക്കായി പോലീസ് ആശുപത്രിയിലെത്തിച്ച പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. S. ശ്രീകാന്ത്, 24, കൊച്ചി. കോഴിക്കോട് നഗരത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഹോട്ടലിന് തീപിടിച്ചു. ജീവനക്കാരനായ ഒരാൾക്ക് ഗുരുതരമായ പൊള്ളലേറ്റു. തീയിൽ നിന്നും രക്ഷപ്പെടുന്ന മറ്റൊരു ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ അത് നടുക്കുന്ന ദൃശ്യങ്ങളാണ്. അത് 24-ന് ലഭിച്ചു. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. നഗരത്തിൽ തിരക്കില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടരുകയും ആളിക്കത്തുകയുമായിരുന്നു. 2 തൊഴിലാളികളാണ് സംഭവ സമയത്തുണ്ടായിരുന്നത്. ഒരാൾ തീക്കിടയിലൂടെ ഇറങ്ങി ഓടി. മറ്റൊരാൾ കടയ്ക്കുള്ളിലെ വെള്ളം നിറച്ചു വെച്ചിരുന്ന വീപ്പയിൽ അഭയം തേടി. 40% പൊള്ളലേറ്റ ഇയാളെ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ അവർ ഓപ്പൺ ആക്കിയിട്ട് ഗ്യാസ് ഓപ്പൺ ആക്കിയതായിരുന്നു. അതിൽ പെട്ടെന്ന് സ്പെയർ വന്ന കുറ്റി പുറത്തേക്ക് ഇട്ടു. അതിൽ ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി, ഒരുത്തന് പുറത്തേക്ക് വന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വരുമ്പോഴത്തേനും നന്നായിട്ട് മൊത്തത്തിൽ തീ വേഗം തന്നെ അണയ്ക്കാൻ പറ്റിയില്ലേ? തീ കയ്യിൽ നിന്നും പെട്ടെന്ന് അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടല്ല വലിയൊരു ഇതില്ലാതെ കഴിച്ചിലായത്. ഹോട്ടലിൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനുവദനീയമായതിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നതായും ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. സമീപമുള്ള കടകളിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 24 കോഴിക്കോട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. 100 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഹാത്രസ് ദുരന്തമുണ്ടായി 3 ദിവസത്തിനുള്ളിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ടിലുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് 100 പേരുടെ മൊഴി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടും പ്രാഥമിക അന്വേഷണ സംഘം വിലയിരുത്തി. സംഘാടകർ ഉൾപ്പെടെ 20ഓളം പേർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അപകടത്തിൽ മരിച്ചവരുടെയും പരുക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. बहुत दुख में है, शॉक में है, तो ऐसी सिचुएशन में मैं मतलब उनकी जो स्थिति है, उनकी सिचुएशन है, उसको समझने की कोशिश करता हूं. 3-अംഗ ജുഡീഷ്യൽ അന്വേഷണ സംഘവും അപകടസ്ഥലം സന്ദർശിക്കും. അപകടവുമായി ബന്ധപ്പെട്ട 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ തുടരുകയാണ്. വിനീത VG, 24, ഡൽഹി. കണ്ണമാലിയിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. കടലേറ്റത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. രാവിലെ മുതൽ തീരദേശപാത ഉപരോധിക്കുകയാണ് പ്രവർത്തകർ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിക്കുന്നത്. രാവിലെ 6-ന് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുന്നു. ചെല്ലാനം മുതൽ പുതിയതോട് വരെ 7 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ ടെട്രാപോഡ് ഉള്ളത്. ഇതിനുശേഷമുള്ള കണ്ണമാലി ചെറിയക്കടവ് പ്രദേശങ്ങളിലും ടെട്രാപോഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. എല്ലാ വർഷവും ഇവിടെ വന്ന് സമരം ചെയ്യും. വാഗ്ദാനങ്ങൾ കിട്ടും. ഓരോ മാസവും നവംബർ മാസത്തിൽ റെഡിയാക്കും, അല്ലെങ്കിൽ മറ്റു മാസങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഓരോ മാസവും റെഡിയാക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു വിധത്തിലും ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. കടലിളകിയാൽ മതി, അപ്പൊ തന്നെ എല്ലാ വീടുകളും വെള്ളം കയറി. ഇവിടെ തീരത്ത് മുഴുവനും, തീരത്തില്ല, ഈ പുത്തൻതോട് മുതൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ വീടുകളിലും വെള്ളം കയറ്റും എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഞ്ഞുങ്ങളോട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ഞങ്ങളുടെ അതിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണമാലിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആരും സമീപിച്ചില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ച് അവരാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് നടപടിയെടുക്കും. തീരദേശപാത ഉപരോധിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പോലീസ് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സമരക്കാർ തയ്യാറായിട്ടില്ല. 24 കൊച്ചി. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം, അതിൽ ദുരൂഹത ഏറി വരുന്ന പശ്ചാത്തലം, അതിനിടയിൽ അതിന്റെ ചുരുളഴിക്കാനുള്ള പോലീസിന്റെ ശ്രമം, അതിന്റെ ഭാഗമായി 1-ാം പ്രതി അനിൽകുമാറിന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്.
അനിലിന്റെ സുഹൃത്തായ ഒരാളെ നെടുങ്കണ്ടത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 ദിവസമായി തുടരുന്ന ചോദ്യം ചെയ്യലിന്റെ ശൈലിയിൽ മാറ്റം വരുത്തി അന്വേഷണ സംഘത്തെ ചെറു ടീമുകളായി തിരിച്ചിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറിനുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിനായി സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കി. മുൻപ് സ്പിരിറ്റ് കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന അനിലിന്റെ അബ്കാരി ബന്ധങ്ങളിൽ നിന്നാണ് നെടുങ്കണ്ടത്ത് നിന്ന് ഒരാളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി 2 ദിവസം എത്തി നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ നിന്നും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് വിവരം. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടലുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം അപ്പോൾ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അനിൽകുമാർ നാട്ടിലെത്താത്തതിനാൽ വിവരശേഖരണം നടത്തിയ ശേഷം മാത്രമേ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കൂ എന്നാണ് സൂചന. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി സീറ്റുകളിലേക്കുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായി. സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന 57,712 വിദ്യാർത്ഥികളാണ് സപ്ലിമെന്ററി സീറ്റുകളിലേക്ക് അപേക്ഷിച്ചത്. ഇവരിൽ 70% മലബാറിൽ നിന്നുള്ളവരാണ്. സർക്കാർ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിച്ചതിനാൽ മലപ്പുറം ജില്ലയിൽ 7,054 വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. മലബാറിലെ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ് സപ്ലിമെന്ററി അപേക്ഷകരുടെ പുതിയ കണക്ക്. സംസ്ഥാനത്തൊട്ടാകെ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് 57,712 വിദ്യാർത്ഥികളാണ്. അപേക്ഷകരിൽ 70% മലബാറിൽ നിന്ന്. മലബാറിലെ അപേക്ഷകരുടെ എണ്ണം 40,945. ഇതിൽ മലപ്പുറത്ത് നിന്ന് മാത്രം 16,881. അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയിട്ടും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ് എന്നർത്ഥം. മലപ്പുറത്ത് മാത്രം അപേക്ഷ നൽകാൻ കഴിയാതിരുന്നത് 7,054 വിദ്യാർത്ഥികൾ. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തി. അതിനിടെ സീറ്റ് പ്രതിസന്ധിയുടെ ആഴം കുറച്ചു കാണിക്കാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ സർക്കാരിന്റെ ഇരട്ട നയം വ്യക്തമാക്കുന്ന പുതിയ ഉത്തരവ് 24 ലഭിച്ചു. VHSEയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ പാടില്ല. അതേസമയം സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെ പഠന റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. 24 മലപ്പുറം. തൃശൂർ മാടക്കത്ര പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. കടിലപ്പൂവം ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫാമിലെ പന്നികളെ കൊന്നൊടുക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ പന്നിപ്പനി നേരിടുന്നതിനായി 2 RRT സംഘങ്ങളെ നിയോഗിച്ചു. ഇതിൽ ഒരു സംഘം ഫാമിലെ 310 പന്നികളെ കൊന്നൊടുക്കാനുള്ള നടപടി തുടങ്ങി. ഏകദേശം 50 പേരടങ്ങുന്ന ടീമാണ്. അതിൽ ആദ്യത്തെ ടീമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം 310 പന്നികളാണ് ഈ ഫാമിലുള്ളത്. വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മൾ ഇത് പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ 2ാമത്തെ ടീമിനെ നാളെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഡോക്ടർമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ അടങ്ങുന്ന RRT സംഘം കള്ളിംഗ് നടത്തി. പ്രാഥമിക അണുനശീകരണ നടപടികളും ആരംഭിച്ചു. ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പന്നിയിറച്ചി വിതരണം ചെയ്യൽ, കടകളുടെ പ്രവർത്തനം, പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതും വിലക്കി. രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്ന് മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിനിടെ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. 24 തൃശൂർ. കമന്റ് ബോക്സിലേക്കൊന്ന് പോവുകയാണെങ്കിൽ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ, അത് കാണുന്നുണ്ട്. അതുപോലെ വാർത്തകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ SFIക്കെതിരായ CPIയുടെ വിമർശനം, തുടർന്ന് വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിലെല്ലാം തന്നെ സജീവമായ ചർച്ച കമന്റ് ബോക്സിലും നടക്കുന്നുണ്ട്. പനിയുടെ സമയമാണ്, മഞ്ഞപ്പിത്തം പടരുന്ന സമയമാണ്, അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നുള്ള ആവശ്യം ശ്രീരാജ് കാലിക്കറ്റിനെ പോലുള്ള പ്രേക്ഷകർ ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, വാർത്തകളുമായി ബന്ധപ്പെട്ട്, സഭയിൽ നടന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ള വാർത്തയിൽ പ്രതികരണങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ സജീവമായി തന്നെ കമന്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ട്. അത് നിങ്ങൾ തുടരുക. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നു. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിൽ നിന്നും 15 കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തി. കഴക്കൂട്ടത്ത് 100 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം നടത്തിയ നെടുമങ്ങാട് സ്വദേശി അറസ്റ്റിലായി. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിൽ പാറശാല പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തിയത്. 15 പൊതികളായി ശുചിമുറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പൊതികൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ബംഗളൂരുവിൽ നിന്നും ലഹരിയുമായി എത്തിയ 3 പേരാണ് പിടിയിലായത്. ഇവർ കടത്തിക്കൊണ്ടുവന്ന 100 ഗ്രാം MDMAയും
1.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. പൂജപ്പുര സ്വദേശി അർജുൻ, മേലാറന്നൂർ സ്വദേശി വിമൽ രാജ്, ആര്യനാട് സ്വദേശി ഫക്തറുൽ മുഹ്മീൻ എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം നടത്തിയതിന് ഉടമയുടെ മകനാണ് പിടിയിലായത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് എതിർവശത്തുള്ള വി കെയർ ഫാർമസിയിൽ നിന്നും 11 പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഉടമയുടെ മകൻ ഷാനാസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ഡോർ തുറന്ന് +2 വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണു. തിരുമല AMHSലെ +2 വിദ്യാർത്ഥി സന്ദീപാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിർത്താതെ പോയെന്ന് പരാതിയുണ്ട്. രാവിലെ 8:30യോടെയാണ് സംഭവം. കൊല്ലോട് പൊട്ടൻകാവ് സ്വദേശിയായ സന്ദീപ് സ്കൂളിൽ പോകാനാണ് ബസ് കയറിയത്. അന്തിയൂർക്കോണം പാലം കഴിയവേ ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീഴുന്നത് കണ്ട് യാത്രക്കാർ വിളിച്ചു പറഞ്ഞിട്ടും ബസ് നിർത്താതെ പോയെന്നാണ് പരാതി. പിന്നാലെ എത്തിയ മറ്റു വാഹനയാത്രക്കാരും നാട്ടുകാരും ചേർന്ന് RIC 387 എന്ന നമ്പറുള്ള ബസ് സമീപത്ത് തടഞ്ഞിടുകയായിരുന്നു. കട്ടറിലിരുന്നപ്പോൾ ഡോർ തുറന്നു, അവിടുന്ന് വീഴുന്നു. കുറെ ദൂരം പോയതിനു ശേഷം നാട്ടുകാർ തടഞ്ഞു, കയ്യെ മുറിഞ്ഞ് ഇടുപ്പിൽ 2 സ്റ്റിച്ച് ഉണ്ട്. സംഭവം അറിഞ്ഞെത്തിയ പിതാവും നാട്ടുകാരും ചേർന്നാണ് വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിച്ചത്. സന്ദീപിന്റെ 2 കൈകളിലും മുട്ടിലും പരിക്കുണ്ട്. ഇടുപ്പിലെ മുറിവിൽ 3 തുന്നലുണ്ട്. അവന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നിട്ടും ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാര് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടും വണ്ടി നിർത്താതെ ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. കൈക്കും ഇടുപ്പിനും മുട്ടിനും കൈയുടെ ഭാഗം മൊത്തം ചതഞ്ഞിട്ടുണ്ട് ഇട സൈഡിൽ. നാട്ടുകാർ തടഞ്ഞിട്ട ബസ് മലയൻകീഴ് പോലീസ് എത്തിയാണ് യാത്ര തുടരാൻ അനുവദിച്ചത്. മഴക്കാലമായതോടെ പൊട്ടൻകാവ് ക്ഷേത്രം മുതൽ മലയൻകീഴ് വരെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ കുഴികളിൽ ചാടിയുള്ള അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. 24 തിരുവനന്തപുരം. കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനുള്ള പിന്തുണ LDF പിൻവലിച്ചിരിക്കുന്നു. രാജി വേണം എന്നുള്ള ആവശ്യം സനീഷ് ജോർജ് തള്ളിയതോടുകൂടിയാണ് പിന്തുണ പിൻവലിക്കുന്നത്. സനീഷിനെതിരായ കേസിൽ കഴമ്പുണ്ട് എന്ന് LDF ആരോപിക്കുന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, നേരത്തെ ഈ സനീഷ് ജോർജിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ചതാണ്, പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല, രാജിയില്ല എന്ന് സനീഷ് ജോർജ് വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ അടുത്ത നടപടി എന്നുള്ള നിലയിൽ പിന്തുണ പിൻവലിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? സനീഷ് ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച കൗൺസിലറായ ആളായിരുന്നു. പിന്നീട് LDF പിന്തുണ കൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഈ വലിയ പ്രതിഷേധവും വലിയ വിവാദവും കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് 2ാം പ്രതി ആയതോടെ CPM സനീഷ് ജോർജിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ സനീഷ് ജോർജ് തയ്യാറായില്ല. രാജിവെച്ചാൽ താൻ കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹം കരുതും എന്നതായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായിട്ടും LDFും അതുപോലെ തന്നെ CPIM തള്ളിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇനി ഒരു പിന്തുണ സനീഷ് ജോർജിന് ഉണ്ടായിരിക്കില്ല. ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളിൽ ശേഷിക്കുന്ന 13 കൗൺസിലർമാർ ഒരുമിച്ചിരിക്കും. രാജിവെക്കും വരെ സമരം ചെയ്യുമെന്നും CPIM വ്യക്തമാക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയത്തിന് തൽക്കാലം നീക്കമില്ല എന്നും പറയുന്നുണ്ട്. LDFോ UDFോ BJPയോ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കില്ല എന്നും LDF. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കണ്ണമാലിയിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലേറ്റം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലം, ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന പശ്ചാത്തലം, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല, നിരവധി തവണ പരാതിപ്പെട്ടിട്ടുമെന്നുള്ള ആക്ഷേപം. അതിനിടയിൽ അവിടെ വലിയ ജനകീയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം കടത്തിവിടാതെ പ്രതിഷേധക്കാർ, ജനങ്ങൾ എന്നുള്ളതാണ്, ജഡ്ജി മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് പുതിയ വിവരം? അശ്വിൻ, റിജിത്ത്, ഏകദേശം 8 മണിക്കൂർ പിന്നിടുന്നു സമരം ആരംഭിച്ചിട്ട്. അതിനിടെ അല്പസമയത്തിനുള്ളിൽ കളക്ടർ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അതിനിടെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം ഈ തീരദേശ പാതയിലൂടെ എത്തിയത്. അത് ഈ സമരക്കാരെ മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും ആ വാഹനം കടത്തിവിട്ടില്ല സമരക്കാർ എന്നുള്ളതാണ് അല്പസമയം മുമ്പോടെ സംഭവിച്ചത്. ജഡ്ജിയുടെ വാഹനം കടത്തിവിടാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സമരക്കാർ പോവുകയായിരുന്നു. പിന്നീട് പോലീസൊക്കെ എത്തി ഇവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. പിന്നീട് വാഹനം തിരികെ മറ്റൊരു വഴിയിലൂടെയാണ് പോയത്. പോലീസിന്റെ എസ്കോർട്ടോടുകൂടി തന്നെ, ഈ സമരസ്ഥലത്തുണ്ടായിരുന്ന കണ്ണമാലി പോലീസിന്റെ എസ്കോർട്ടോടുകൂടി തന്നെ ജഡ്ജിയുടെ വാഹനം മറ്റൊരു വഴി കടത്തിവിടുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ജഡ്ജി ഇവിടെ എത്തിയപ്പോൾ സമരക്കാർ ഉന്നയിച്ചത്. ഇത്രയും നാളും തങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ എത്താത്ത പല ആളുകളും മറ്റു വഴി പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാണുന്നു, അവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കാൻ തൽക്കാലം തങ്ങൾക്കാവില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്തായാലും ആ പ്രതിഷേധത്തിന്
സമരത്തിന് മുന്നിൽ ജഡ്ജിക്ക് മടങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ ഇവർ ആവശ്യപ്പെട്ടതുപോലെ ജില്ലാ കളക്ടർ NSK ഉമേഷ് ഈ സമരസ്ഥലത്തേക്ക് എത്തും. അതിനുള്ളിൽ ആ ചർച്ചയിൽ NSK ഉമേഷ് കളക്ടർ എത്തിയുള്ള ചർച്ചയിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. പ്രശ്നപരിഹാരമല്ല, 3 ദിവസത്തെ ഒരു സാവകാശമാണ് അവർ തേടുന്നത്. അത് കൃത്യമായ കാര്യങ്ങൾ പഠിക്കാനും ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാകുമോ, അത് നടപ്പാക്കാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് കളക്ടർ എത്തുന്നത്. ഡെപ്യൂട്ടി കളക്ടറെ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയെങ്കിലും അത് പോരാ, ജില്ലാ കളക്ടർ നേരിട്ടെത്തണം എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മറ്റു തിരക്കുകൾ ഒഴിവാക്കി ജില്ലാ കളക്ടർ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാവിലെ 6 മണിക്ക് ആരംഭിച്ച സമരം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. കൂടുതൽ ആളുകൾ സമരത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. നമുക്ക് ഈ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം പോലും കടത്തിവിടാത്ത രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്കറിയില്ല ആരാ ജഡ്ജി, അത് ജഡ്ജിക്ക് ഈ പ്രദേശത്ത് പറയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം ഈ പ്രദേശത്തൊന്നും ജഡ്ജിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മറ്റൊരു വഴി പോകാനാണ് വന്നത്. അപ്പം ഒരു വാഹനം കടത്തിവിടില്ല, അത് സമരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജഡ്ജിയല്ല, സുപ്രീം കോടതി ജഡ്ജിയല്ല, ആര് വന്നാലും കടത്തിവിടുന്ന പ്രശ്നം. രജിത്ത്, ഇതാണ് അവരുടെ നിലപാട്. ജഡ്ജിയല്ല, ആര് വന്നാലും സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടൊരു അല്ലെങ്കിൽ ഈ സമരം മാറ്റിവെച്ച് അവരെ കടത്തിവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തും. ശരി, അശ്വിൻ പാലാഴി അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കടലേറ്റം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നിരവധി തവണ അവർ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതിയെ തുടർന്ന് ഇപ്പോൾ തീരദേശപാത ഉപരോധിക്കുന്ന നടപടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം തടയുകയും ചെയ്തു. ഇപ്പോഴവിടേക്ക് ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോൾ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സമവായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ അശ്വിൻ? ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാവിലെ മുതൽ ഇവരുടെ പ്രധാന ആവശ്യം സർക്കാർ പ്രതിനിധിയായി ജില്ലാ കളക്ടർ എത്തി ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ അതിന് കളക്ടർ തയ്യാറായിരുന്നില്ല. മറ്റ് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറെ പകരം അയക്കുകയായിരുന്നു. പക്ഷേ അതിന് തയ്യാറല്ല. ഡെപ്യൂട്ടി കളക്ടർ എത്തിയാൽ പോരാ, കളക്ടർ തന്നെ നേരിട്ടെത്തണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർ. എന്തായാലും അവരുടെ ആ ഒരു നിലപാട് വിജയം കണ്ടിരിക്കുന്നു. കളക്ടർ ഇപ്പോൾ സമരം 8 മണിക്കൂർ പിന്നിടുമ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് ഇവരുടെ സമരസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമരസമിതി പ്രവർത്തകരുമായി കളക്ടർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അതായത് ടെട്രാപോഡ് സ്ഥാപിക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതുവരെ താൽക്കാലികമായെങ്കിലും ഈ കൊച്ചി പോർട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് അത് കൊച്ചി ചെല്ലാനം തീരത്തിട്ട് താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ പരിഹരിക്കാം. അത് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തെ സാവകാശം വേണം. കണ്ണമാലിയിൽ വലിയ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. തീരദേശപാത ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ വഴിയെത്തിയ എല്ലാ വാഹനങ്ങളും തടയുകയാണ്. നേരത്തെ ഹൈക്കോടതി ജഡ്ജിയെ കടത്തിവിടാതെയുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടിരുന്നു. ജില്ലാ കളക്ടർ നേരിട്ടെത്തണം, ചർച്ച നടത്തണം, പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുമായി പ്രതിഷേധക്കാർ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പണം പാസ്സായി എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചത് ഇതുവരെ നവംബറും കഴിഞ്ഞ് ഇപ്പൊ ജൂലൈ. കഴിഞ്ഞ വർഷം ഇതേ മാസം സാർ ഇവിടെ വന്ന് ഇവിടെ മുതൽ അവിടം വരെ നടന്നു. സാറിന്റെ കൂടെ 1/2 കിലോമീറ്ററിലധികം ഞാനും നടന്നു. സംസാരിച്ചതാ. ഇവിടെ കോർട്ടിന്റെ മണ്ണടിക്കണം എന്ന് ഞാൻ അന്ന് സാറിനോട് പറഞ്ഞതാണ്. അത് ഈ ചെവി കുളിക്കട്ടെ, അന്ന് നമ്മളുടെ എല്ലാവരോടും സാറ് പറഞ്ഞ് ഇവിടെ എല്ലാം ശരിയാക്കി തരാം, എല്ലാം ഉടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ സംഭവിച്ചത് ചെല്ലാനത്ത് 7.36 കിലോമീറ്റർ സ്ഥലത്ത് 344.2 കോടി രൂപയുടെ പദ്ധതി വന്നപ്പോൾ അവിടെ ബസാർ വേളാങ്കണ്ണി പ്രദേശത്ത് 6 പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിട്ടപ്പോ ആ പ്രദേശത്ത് ആഴം കുറഞ്ഞ് ആ പ്രദേശത്തു നിന്നുള്ള മണ്ണ് വരവ് ഇങ്ങോട്ടില്ലാതെ തീരക്കടലിൽ നമ്മുടെ ഈ ചെല്ലാനം കൊച്ചി തീരത്ത് തെക്ക് നിന്ന് വടക്കോട്ടാണ് 24 മണിക്കൂർ 365 ദിവസവും വെള്ളമൊഴുകുന്നത്. ആ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകി പോകുന്നു. അപ്പൊ ഇവിടെ പുതിയ മണ്ണ് വരുന്നില്ല, നിലവിലുള്ള മണ്ണ് ഒഴുകിപ്പോയി. മണ്ണൊഴുകി പോകുമ്പോൾ തീരക്കടലിൽ ആഴം കൂടും. ശരി, എന്തായാലും അവിടെ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ അവരുടെ ആവശ്യങ്ങൾ ജില്ലാ കളക്ടറെ വീണ്ടും അറിയിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വന്യമൃഗശല്യം, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടർച്ചയായി വരുന്ന ദിവസങ്ങളാണ്. ഇന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. കണ്ണൂർ ആറളത്തും
ഇടുക്കി കാന്തല്ലൂരിലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഇന്ന് പുലർച്ചെയാണ് അട്ടപ്പാടി പട്ടിമാളത്തെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. നേരത്തെയും പട്ടിമാളത്തെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം ഇവിടെ വ്യാപക കൃഷിനാശമുണ്ടാക്കിയിരുന്നു. ഏറെ വൈകിയാണ് പിന്നീട് ഇവ കാടുകയറിയത്. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ ദ്രുതകർമ്മസേന കാട്ടിലേക്ക് തുരത്തി. കോട്ടപ്പാറ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടത്തെയാണ് ആറളം വന്യജീവി സങ്കേതത്തിനകത്തേക്ക് തുരത്തിയത്. 3 കൂട്ടമായി 21 ആനകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഇടുക്കി മറയൂർ കാന്തല്ലൂരിലും ജനവാസ മേഖലയിൽ കൊമ്പന്മാരെത്തി. 4 കാട്ടാനകളുടെ കൂട്ടം 1 മാസമായി ജനവാസ മേഖലയിൽ തുടരുകയും വ്യാപക കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയാണ് കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം വനംവകുപ്പ് തുടങ്ങിയത്. 80 പേരടങ്ങുന്ന വനംവകുപ്പ് സംഘമാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. മേഖലയിൽ സ്ഥിരമായി RRT നിരീക്ഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് പനമരം ചങ്ങാടക്കടവിലെ തോട്ടത്തിലും 4 ആനകൾ തമ്പടിച്ചു. വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വിവരം, അത് പ്രേക്ഷകരെ അറിയിക്കാം. ഇന്ത്യവുഡ് മീഡിയ എക്സലൻസ് അവാർഡ് 24-നാണ്. രാഷ്ട്രീയ സംവാദത്തിലെ മികവിനുള്ള പുരസ്കാരം സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ലഭിച്ചു. അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരത്തിന് ചീഫ് റിപ്പോർട്ടർ R. അരുൺ രാജ് അർഹനായി. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.